Hi all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോസ് സെക്ഷൻ ഓഫ് ഇറിഗേഷൻ കനാലും ഡിസൈൻ ഓഫ് അലൂവിയൽ കനാൽസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ക്രോസ് സെക്ഷൻ ഓഫ് ഇറിഗേഷൻ കനാൽ എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കും. അതിനുശേഷം കെന്നഡീസ് തിയറി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു അലൂവിയൽ കനാൽ അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു ഇറിഗേഷൻ കനാൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ നോക്കും. സോ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കനാൽ അലൈൻമെന്റ് ഒക്കെ കണ്ടു അല്ലേ, ഹൗ വി വിൽ ഫിക്സ് എ കനാൽ. അപ്പം എങ്ങനെയാണ് നമ്മൾ കനാല് ഡെവലപ്പ് ചെയ്തെടുക്കുക? whenever the normal surface level is just above the bank or below the bank. അതായത് നമ്മൾ suppose we have a canal cross section like this, okay. അപ്പോൾ ഇതിലിപ്പോൾ നോർമൽ സർഫസ് ലെവൽ, ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്, റിവർ ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഓക്കെ. ബേം ഇതാണ്, ഫുൾ സപ്ലൈ ലെവൽ ഓഫ് കനാൽ വരുന്നത് ഇങ്ങനെയാണ്. Now suppose നമ്മുടെ normal surface level is above the bank of a canal. Okay, കനാലിന്റെ ബാങ്ക് എവിടെയാണോ അതിനെക്കാട്ടി ടോപ്പിലാണ് നമ്മുടെ നോർമൽ സർഫസ് ലെവൽ വരുന്നതെന്ന് വെച്ചു, നമ്മൾ ഗ്രൗണ്ട് സർഫസ് ലെവൽ വരുന്നത് വെച്ചു. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ കനാൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ what we have to do, നമുക്ക് ആ നോർമൽ സർഫസ് ലെവൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കട്ട് ചെയ്തെടുക്കേണ്ടി വരും, so that a canal can be made. അപ്പൊ നോർമൽ സർഫസ് ലെവൽ if it is above the bank, okay, the canal will be in cutting. അപ്പൊ നോർമൽ സർഫസ് ലെവൽ ഇതാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മുടെ കനാൽ ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ കനാൽ ഡെവലപ്പ് ചെയ്ത് റെലവൻസ് ബേം കൊടുത്തു, ദെൻ കനാൽ ബാങ്ക് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് എ കനാൽ ഇൻ കട്ടിംഗ്. ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് കേസ് ആണ് whenever the canal is above the bank. When the normal surface level is when the normal surface level is below the top of the bank. അതായത് ഇപ്പം നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് നോർമൽ സർഫസ് ലെവൽ ബാങ്കിന്റെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി പറയുന്നത് നോർമൽ സർഫസ് ലെവൽ ഈസ് ബിലോ ദി ബാങ്ക്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബാങ്കിനെക്കാട്ടി താഴോട്ട്, നമ്മുടെ കനാലിന്റെ ബാങ്ക് ഈ ഒരു ലെവലിനെക്കാട്ടി മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ബിൽട്ടപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? അത്തരം കനാലിനെയാണ് നമ്മൾ കനാൽ ഇൻ ബാങ്കിങ് അല്ലെങ്കിൽ കനാൽ ഇൻ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ സർഫസ് ലെവൽ നോക്കൂ, ഈ ഒരു പൊസിഷനിലുള്ളത്, ഇത് എക്സ്ട്രാ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ദ കനാൽ ഇൻ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇത്തരം കനാൽസിന് ഫില്ലിംഗ്, കനാൽ ഇൻ ഫില്ലിംഗ് അല്ലെങ്കിൽ കനാൽ ഇൻ ബാങ്കിങ് എന്ന് പറയും. ഈ രണ്ട് കേസും, നമ്മൾ ഒന്നാമത്തെ കേസ് ആയാലും രണ്ടാമത്തെ കേസ് ആയാലും, ഈ രണ്ട് കേസിൽ നമുക്കിത് എക്കണോമിക്കൽ ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദ ഫസ്റ്റ് കേസ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണ് അല്ലേ. ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ എത്രയും സോയിൽ ഇത് എവിടേക്കാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുക? എവിടെ കൊണ്ടുപോയി നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് വെക്കും? അത്തരം ഇഷ്യൂസും ഒക്കെ ഒരുപാടാണ്. ചെറിയൊരു ഏരിയയിലേക്കല്ല, നല്ലൊരു ലെങ്ത്തിലാണ് നമ്മൾ കനാൽ എക്സ്കവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ അത്രയും സോയിൽ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അത് എവിടേക്ക് ഡിസ്പ്ലേസ് ചെയ്യും, എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും, അതിന്റെ കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം നമ്മൾ ബാധിക്കുന്നതാണ്. അതേപോലെ കനാലിൻ ഫില്ലിങ് വരുമ്പോഴും എവിടുന്നാണ് നമ്മൾ ഇത്രയും എമൗണ്ട് ഓഫ് സോയിൽ ഫില്ല് ചെയ്യാൻ എടുക്കുക? അതിന്റെ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, അഗെയിൻ ഇതും എക്കണോമിക്കൽ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു കേസാണ് മൂന്നാമത്തത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയും. ബാലൻസിങ് ഡെപ്ത്, അതായത് എത്രയാണോ നമുക്ക് കനാലിന് വേണ്ടി കട്ട് ചെയ്യുന്ന പോർഷൻ, ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പോർഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഫില്ലിങ്ങും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കനാൽസിനെയാണ് നമ്മൾ എക്കണോമിക്കൽ എന്ന് പറയും. അതായത് നമ്മൾ ഈ കനാൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തോ അത് തന്നെ യൂസ് ചെയ്തിട്ട് അതിന്റെ ബാങ്ക്സ് ഡെവലപ്പ് ചെയ്യും. സോ കനാൽ ഇൻ കട്ടിംഗ് വിൽ ബി ഈക്വൽ ടു കനാൽ ഇൻ ഫില്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകും. ഓക്കെ, സോ സീ ഹിയർ, ദിസ് വിൽ ബി എ ടിപ്പിക്കൽ economical canal where the soil which we have excavated from this canal cutting will be used over here for filling. അത്തരത്തിലുള്ളതാണ് നമ്മൾ എക്കണോമിക്കൽ കനാൽ എന്ന് പറയാ, അല്ലെങ്കിൽ ആ ഡെപ്തിനെയാണ് നമ്മൾ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയാം. ഈ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയാം. ഓക്കെ, ഇനി സോ ദിസ് ഈസ് ദി കനാൽ ബെഡ് ലെവൽ. ഇത്രയും നമ്മൾ പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതാണ് ബേം. വാട്ട് ഈസ് ദിസ് ബേം? ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the toe of the bank and top edge of the
കട്ടിങ്. ഈ ബാങ്കിന്റെ ടോ മുതൽ ഈ ടോപ്പ് എഡ്ജ് ഓഫ് കട്ടിങ് വരെയുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേം എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്തിനാണ്, അഡീഷണൽ വാട്ടേഴ്സ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓക്യുപ്പൈങ് സ്പേസ് ആണ് ഈ ബേം പോർഷൻ വരെ. ഇനി സൈഡിലായിട്ട്, രണ്ട് സൈഡിലായിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കും. ബാങ്കിന്റെ മെയിൻ പേർപ്പസ് എന്താണ്, ഈ ഫുൾ സപ്ലൈ ലെവലിലേക്ക് കനാൽ വരുമ്പോഴേക്കും വാട്ടറിനെ റിറ്റെയിൻ ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ ഫ്രീ ബോർഡ് അലവൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്, സോ ദാറ്റ് ദ വാട്ടർ വിൽ നോട്ട് സ്പിൽ ഓവർ ദ ബാങ്ക്. ഇനി ഇതേ ബാങ്ക് തന്നെ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു റോഡ് നമുക്ക് അതിന്റെ മുകളിലേക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇൻസ്പെക്ഷൻ പാത്ത് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നടപ്പാത കൊടുക്കാൻ പറ്റും, ട്രാക്ടർ കാർഡ് വേ ആയിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റോഡ് വേ ആയിട്ട് കൊടുക്കാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് ഈ ബാങ്ക്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുമല്ലാതെ നമുക്ക് ഫ്ലഡ് വാട്ടർ എക്സ്പെൽ ചെയ്ത് സ്പിൽ ഓവർ ചെയ്ത് വരാതിരിക്കാനില്ല, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ബാങ്ക്സ് കൊടുക്കാൻ പറ്റും. സോ this is the bed level CBL canal bed level, this is the cutting, this is berm, this is filling, and this is the normal surface level. Okay, and this is a full supply level, and this is the freeboard and bank. This is a typical cross section of an unlined canal. Okay, typical cross section of a unlined canal, അല്ലെങ്കിൽ partially in cutting and filling, രണ്ടും കൂടിയുള്ള കേസിലുള്ള ഒരു ടിപ്പിക്കൽ കനാൽ ക്രോസ് സെക്ഷൻ ആണിത്, അല്ലെങ്കിൽ ഒരു അൺലൈൻ കനാലിന്റെ ക്രോസ് സെക്ഷൻ ആയിട്ട് നമുക്കിതിനെ പറയാം. സോ ലെറ്റ് us come back to the balancing depth. For a given cross section there is always one depth of cutting for which cutting and filling will be equal. This depth is known as balancing depth. Whenever the depth of cutting is such that cutting and filling will be equal, that depth is known as balancing depth. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കനാലിനെയാണ് നമ്മൾ എക്കണോമിക്കൽ കനാൽ. സോ സച്ച് കനാൽ സെക്ഷൻ വിൽ ബി എക്കണോമിക്കൽ. അതായത് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന അത്രയും ഒരു എർത്ത് പോർഷൻ നമുക്ക് എങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യണം എന്ന് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം അതെന്താ, അത് നമ്മൾ അവിടെ ഫില്ലിങ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഫോർ ഫില്ലിങ് വേണ്ട. ഈ കട്ടിങ് ചെയ്ത സോയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും പിന്നെ വേറെ എവിടത്തേക്കും ഫില്ല് ചെയ്യാനുള്ള കോസ്റ്റ് ഒന്നും വേണ്ട. നമുക്ക് അത്തരത്തിൽ ഇതെല്ലാം എക്കണോമിക്കൽ ആയിരിക്കും. സോ ദിസ് ചാനൽ സെക്ഷൻ വിൽ ബി എക്കണോമിക്കൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കനാൽ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. So design of stable channels, അല്ലെങ്കിൽ design of channels in alluvial soil. അപ്പം നമുക്കറിയാം alluvial soil എന്ന് പറയുമ്പോൾ mainly the river passing through alluvial soil will carry silt. നന്നായിട്ട് സിൽറ്റ് ക്യാരി ചെയ്യും. അപ്പൊ സിൽറ്റി വാട്ടർ ആയിരിക്കും മിക്കവാറും കേസിൽ റിവറിൽ ഉണ്ടാവുക. നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലുള്ള റിവേഴ്സ് എല്ലാം അലൂവിയൽ പ്ലെയിൻസിലുള്ള റിവേഴ്സ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ദേ വിൽ ക്യാരി സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് സിൽറ്റ്. നമുക്ക് അതിന്റെ വെള്ളം ഒന്ന് എടുക്കുവാണെങ്കിൽ, നമ്മൾ കൈക്കുമ്പിളിലേക്ക് വെള്ളം എടുക്കുവാണെങ്കിൽ പോലും ആ കൈക്കുമ്പിളിലെടുത്ത വെള്ളം ഒരിക്കലും ക്ലിയർ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി മഡി ഇൻ നേച്ചർ, ടർബിഡ് ഇൻ നേച്ചർ. സാൻഡ് ആയിരിക്കും, വൈറ്റിഷ് കളറിൽ എപ്പോഴും സാൻഡ് മിക്സ്ഡ് വാട്ടർ ആയിരിക്കും, സിൽറ്റ് മിക്സ്ഡ് വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ളൊരു വാട്ടർ കനാലിലേക്ക് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ദ സിൽറ്റ് ആൾസോ വിൽ ബി ക്യാരിഡ് ടു ദി along with water. അപ്പൊ ഈ സിൽറ്റ് അതേപോലെ തന്നെ കനാലിൽ ട്രാവൽ ചെയ്യുവാണെങ്കിൽ വിത്തൗട്ട് എനി സെറ്റിലിംഗ് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴെങ്കിലും സെറ്റിലിംഗ് ആയിക്കഴിഞ്ഞാൽ, ലൈക്ക് ദ കേസ് ഇൻ സി ഓവർ ഹിയർ, നമുക്കത് ചാനലിന്റെ ഫുൾ കപ്പാസിറ്റീനെ ബാധിക്കും, പിന്നെ ഫ്ലോനെ ബാധിക്കും. നമ്മൾ ബിറ്റ്വീൻ റെഗുലർ ടൈം ഇന്റർവെല്ലിൽ ഇത് എക്സ്കവേറ്റ് ചെയ്ത് കളയേണ്ടി വരും. അപ്പൊ സിൽറ്റിംഗ് ഒരു പ്രോബ്ലം ആയിട്ട് വരും. സിൽറ്റിംഗ് വിൽ ബി എ പ്രോബ്ലം ഇൻ കനാൽ. അപ്പൊ സിൽറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് സിൽറ്റിംഗ് വരിക? whenever the velocity reduces, കനാലിലുള്ള വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സിൽറ്റിംഗ് വരിക. ഓക്കെ, സെറ്റിലിംഗ് വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും സിൽറ്റിംഗ് വരും. അതൊന്ന്. അപ്പൊ നമുക്ക് ഒരിക്കലും വെലോസിറ്റി തീരെ കുറയാൻ പാടില്ല നമ്മളുടെ കനാലിൽ. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, വെലോസിറ്റി ഒരിക്കലും കുറയാൻ പാടില്ല. The next case is നമുക്ക് അപ്പോൾ വെലോസിറ്റി കൂട്ടി കൊടുക്കാം.
ഒരുപാട് അങ്ങ് കൂട്ടാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സേ ഹിയർ, ഇതേ ഒരു കനാലിൽ ഈ ഒരു പോർഷൻ വൈഡൻ ചെയ്ത് പോകും. കാരണം ഇങ്ങനെ വന്ന് വെലോസിറ്റി ഇവിടെ സ്ട്രൈക്കൺ ചെയ്ത് വരും. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടി കഴിയുമ്പോൾ ബാങ്ക് സ്കൗർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബാങ്ക് മാത്രമല്ല സ്കൗർ ചെയ്യുക, വെൻ വെലോസിറ്റി ബിക്കംസ് മോർ ആൻഡ് മോർ, ചാനൽ ബെഡും സ്കൗർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ചില പോർഷനിൽ കനാലിന്റെ ബെഡ് നന്നായിട്ട് സ്കൗർ ചെയ്ത് അതിന്റെ ബെഡ് ചാനൽ ബോട്ടം അങ്ങ് ഡാമേജ് ആയി തുടങ്ങും. വൈഡൻ ഡീപ്പൺ ചാനലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകും. അപ്പൊ സിൽറ്റിങ്ങും സ്കൗറിങ്ങും രണ്ടും ഓക്കർ ചെയ്യാം. Silting occurs whenever the velocity goes down and scouring occurs whenever the velocity goes up. ഇത് രണ്ടും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഒരു ചാനൽ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ചാനൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി നോൺ സിൽറ്റിംഗ്. ഇറ്റ് ഷുഡ് ബി നോൺ സിൽറ്റിംഗ്. പിന്നെന്താണ്? ഇറ്റ് ഷുഡ് ബി നോൺ സ്കൗറിങ്. അപ്പൊ ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന വെലോസിറ്റിനെ നമ്മൾ പറയും നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് വെലോസിറ്റി. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചാനൽ വേണം ഇത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പൊ ഇഫ് ദ ചാനൽ ഹാവ് എ നോൺ സിൽറ്റിംഗ് നോൺ സ്കോറിംഗ് വെലോസിറ്റി, then that channel is known as a regime channel. ഓക്കെ, സ്റ്റാൻഡേർഡ് regime channel എന്ന് പറയും. ഇവിടെ എന്തായിരിക്കും? ബോത്ത് നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് വെലോസിറ്റി ആയിരിക്കും ആ ചാനൽ ഉണ്ടാവുക. സോ ദ സിൽറ്റ് വിൽ ബി ഓൾവേസ് ഇൻ സസ്പെൻഷൻ. സസ്പെൻഡഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? വാട്ടർ ക്യാരി ചെയ്ത് പോകുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? സിൽറ്റ് വിൽ ഓൾസോ പാസ് ത്രൂ വാട്ടർ. അപ്പൊ ഒരിക്കലും ഇത് സെറ്റിൽ ചെയ്യുകയും ചെയ്യില്ല, അതേപോലെ അതിന്റെ ബെഡിനെ സ്കൗർ ചെയ്യുകയും ചെയ്യില്ല. അത്തരത്തിലുള്ള ഒരു ഡിസൈൻഡ് ചാനലിനാണ് നമ്മൾ regime channel. A channel is said to be in the state of regime if the flow is such that silting and scouring need no special attentions. If silting and scouring need no special attention, or the velocity in regime channel is non-scouring, non-silting velocity. Non-silting and non-scouring വെലോസിറ്റി. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാനലിനാണ് നമ്മൾ regime channels എന്ന് പറയും. ഇനി ഇത്തരത്തിലുള്ള ഒരു regime channels ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് രണ്ട് തിയറീസിനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. The first one is Kennedy's theory and the second one is Lacey's theory. നമ്മൾ ഈ വീഡിയോയിൽ Kennedy's theory ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. Kennedy he is an engineer. Okay, R.G. Kennedy in Punjab ആണ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ പഴയ പാകിസ്ഥാൻ പഞ്ചാബ് ആണ്. R.G. Kennedy is an engineer in Punjab. അപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ he has observed a canal called as Upper Barry Dog Canal. അപ്പൊ ഇത് പാസ്റ്റ് 30 years ഡാറ്റ വെച്ച് കനാലിൽ നോക്കുമ്പോൾ ഈ കനാലിന്റെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ there is no silt clearance occurred during these 30 years and the canal is well maintained. അതായത് സ്കൗറിങ്ങോ സ്കിൽറ്റിങ്ങോ ഒക്കെ ചെയ്യാതെ നല്ല രീതിയിൽ ഈ കനാൽ ഫുൾ ഡെവലപ്ഡ് ആയിട്ട് ഒരു പാസ്റ്റ് 30 years നന്നായിട്ട് ഫുൾ ഡെവലപ്മെന്റ് അതങ്ങ് റൺ ആവുകയാണ്. ഒരിക്കലും ഇവിടെ സിൽറ്റിങ്ങോ ഒക്കെ ചെയ്യുന്നില്ല, സ്കൗറിങ്ങോ ഒക്കെ ചെയ്യുന്നില്ല. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇദ്ദേഹം ഇതിനെ സ്റ്റഡി ചെയ്തു. അപ്പൊ ഹിസ് ഫൈൻഡിങ്സ്, അതായത് ഈ ഒരു കനാൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം കുറച്ച് കൺക്ലൂഷൻസിലേക്ക് എത്തി. ആ ഫൈൻഡിങ്സ് ആണ് ഇത്. The first finding is the eddy current is developed due to the roughness of the bed. Okay, അപ്പോൾ ഒരു വാട്ടറും ഈ കനാലിന്റെ ബെഡും തമ്മിൽ ഒരു ചെറിയ ഫ്രിക്ഷൻ എപ്പോഴും കിടക്കുന്നുണ്ട്. വാട്ടറും കനാൽ ബെഡും തമ്മിലുള്ള ഒരു ചെറിയ ഫ്രിക്ഷൻ കാരണം എപ്പോഴും eddy current will rise upward. Eddy current will rise upward. അപ്പൊ ആ വെർട്ടിക്കൽ എഡീസ് കാരണം നമ്മുടെ സിൽറ്റിന് ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. സിൽറ്റ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഇറ്റ് വിൽ നോട്ട് സെറ്റിൽ. അപ്പൊ ഈ സിൽറ്റ് എപ്പോഴും സസ്പെൻഡഡ് ഫോമിൽ സസ്പെൻഷനിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ
ഒരിക്കലും സിൽറ്റ് സെറ്റിൽ ആവില്ല, അത് സസ്പെൻഷൻ ഫോമിൽ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫൈൻഡിങ് ഓഫ് എം, ദാറ്റ് the eddy current is developed due to the roughness of the bed. അതായത് വാട്ടറും ബെഡും തമ്മിൽ ഒരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ട്. ആ ഫ്രിക്ഷൻ എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദി റഫ്നെസ് ഓഫ് ദ ബെഡ്. നമ്മൾ ഈ റഫ്നെസ് പഠിച്ചിട്ടുണ്ടല്ലേ, ബേസ്ഡ് ഓൺ റഫ്നെസ് വെലോസിറ്റി മാറുമെന്ന് പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? വി ഹാവ് ഫേമസ് ഇക്വേഷൻ v equal to 1 by n r raised to 2 by 3 s raised to half. That is Manning's formula. 1 by n, n is the rugosity coefficient or roughness coefficient. അപ്പോൾ ഈ n നെ ബേസ് ചെയ്ത് നമ്മൾ വെലോസിറ്റി മാറുന്നറിയാം. അപ്പോൾ based on this roughness of the bed, there will be a friction between water and the bed. So due to that friction, eddy current will develop, and because of this vertical eddies, the silt will be always in suspension. Okay, അപ്പോൾ ഇതാണ് first finding. The second finding is the quantity of suspended silt is proportional to the bed width. The quantity of this silt, suspended silt, is proportional to bed width. അപ്പോൾ ഇതൊരു മേജർ ഫൈൻഡിങ് ആണ്. അതായത് നമ്മുടെ ക്വാണ്ടിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ബെഡ് വിഡ്ത്ത്. നമ്മൾ യൂഷ്വലി ഡിസ്ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെറ്റഡ് പെരിമീറ്റർ എന്നൊക്കെയാണ് പറയുക, കോറിലേറ്റിംഗ് ഓൾവേസ് വിത്ത് വെറ്റഡ് പെരിമീറ്റർ. അങ്ങനെ ഒരു വെറ്റഡ് പെരിമീറ്റർ ആയിട്ടുള്ള കണക്ഷനിലെല്ലാം സിൽറ്റിന്റെ സസ്പെൻഷൻ കിടക്കുന്നത്. ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ബെഡ് വിഡ്ത്ത് ആണ് ഒരു മേജർ ഫൈൻഡിങ്. ഫസ്റ്റ് ഫൈൻഡിങ് ഈസ് എഡ്ഡി കറന്റ് വിൽ ബി ഡെവലപ്ഡ് which keeps the silt in suspension, and that may be due to the roughness of the bed. And the second one is the quality of the suspended silt is proportional to bed width, or the power, the silt supporting power of the channel is proportional to the bed width. Okay, and the third one is whatever findings he has made is applicable to the bed which is similar to the Barry-Dove canal. Whatever findings made is applicable to only those channel which is similar to the upper Barry-Dove canal. So based on this, he developed or he defined critical velocity as non-silting, non-scouring velocity. Critical velocity എന്ന് പറയുന്നത് ഏതാണ്? Non-silting, non-scouring velocity ആണ്. എന്നിട്ട് ഈ വെലോസിറ്റിക്ക്, അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് ഡെപ്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. സോ ലെറ്റ് us see what is that equation. So he gave a relationship between critical velocity and depth of flowing water. Okay, the critical velocity എന്ന് പറയുന്നത് എന്താണ്? It is a non-silting, non-scouring velocity ആണ്. So that critical velocity V naught is equal to 0.55 d power 0.64, where V naught is critical velocity. Okay, ഈ critical velocity ഒരു ജനറൽ ഫോമും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് V naught is equal to C into D power N. Okay, V naught is equal to C into D power N. D എന്താണ്? Depth of water. Okay, then N is any index number. ഇത് ഓരോ ചാനലിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ and let it be any index number. അപ്പോൾ ഇത്തരത്തിൽ ഇത് അപ്പർ ബാരി-ദോവ് കനാലിന് മാത്രം ഡെവലപ്പ് ചെയ്ത ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് പിന്നീട് ഇദ്ദേഹം തന്നെ വീണ്ടും ഇത് കൂടുതൽ സ്റ്റഡി നടത്തിയിട്ട് ഇദ്ദേഹം ഇത് തിരുത്തി ഒന്ന്, അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് സിൽറ്റിഗ്രേഡിന് കൊടുത്ത്, സിൽറ്റിഗ്രേഡിന് ആദ്യത്തെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തപ്പോൾ സിൽറ്റിഗ്രേഡ് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. രണ്ടാമത് ആ സിൽറ്റിന്റെ ഗ്രേഡിനനുസരിച്ച് ഇദ്ദേഹം ഇതേ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, സോ ദാറ്റ് ഇക്വേഷൻ ഈസ് V naught is equal to 0.55 m into d power 0.64, where m is critical
വെലോസിറ്റി റേഷ്യോ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അപ്പർ ബാരിദോ കനാലിൽ മാത്രമായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത് ആ കനാലിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തായിരുന്നു. രണ്ടാമത് എന്ത് ചെയ്തു, സിൽറ്റ് ഗ്രേഡിന്റെ ഇൻഫ്ലുവൻസ് കൂടുതൽ മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ചാനൽസിന് വേണമെങ്കിലും ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ സിൽറ്റ് ഗ്രേഡിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ബേസിക് ഇക്വേഷൻ ആയിട്ട് ഒരു കമ്പാരിസൺ പോലെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അഗെയിൻ m critical velocity ratio m is equal to critical velocity of the area divided by critical velocity of upper Barry-Dove canal. ഇപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കനാൽസിന് ഇക്വേഷൻ യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. സോ വി നോട്ട് ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.55 into m into d power 0.64. ഓക്കെ, ഈ 55 എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സി എന്നല്ലേ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ സി ആണ്. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ എങ്ങനെയാണ് ഓരോ മെറ്റീരിയലിന് എത്രയാണ് വാല്യൂസ് എന്ന് നോക്കാം. അതേപോലെ ഈ എം ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്പ് ഓഫ് സിൽറ്റ്. M depends upon type of silt. അത് നമുക്കൊന്ന് നോക്കാം. So based on his findings on upper Barry-Dove canal, he defined critical velocity, which is non-scouring, non-silting velocity, and developed a relation to depth of flowing water. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് V naught is equal to 0.55 into d power 0.64. അതിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് V naught equal to C into d power n, where V naught is critical velocity, d is depth of water, and n is any index number. ഈ C എന്താണ്? It depends upon the type of material. And based on his findings, he studied further and found the importance and or relation of silt grade with critical velocity. So he revised the initial equation and developed the second equation, which can be used for other areas too. So V naught is equal to 0.55 into m into d power 0.64, where m is critical velocity ratio, that is equal to critical velocity of the area divided by critical velocity of upper Barry-Dove canal, and this m depends upon the type of silt. ഇനി എങ്ങനെയാണ് സിയുടെ വാല്യൂ വേരി ചെയ്യുന്നത്, എങ്ങനെയാണ് എം വാല്യൂ വേരി ചെയ്യുന്നത് നോക്കാം. സോ സി ഹിയർ വാല്യൂ ഓഫ് സി ന്റെ റേഞ്ച് ആണ്. ലൈറ്റ് സാൻഡി സിൽറ്റ് ആണെങ്കിൽ 0.53, കോസർ ലൈറ്റ് സിൽറ്റ് ആണെങ്കിൽ 0.59, സാൻഡി ലോം ആണെങ്കിൽ 0.65 ആൻഡ് കോസർ സിൽറ്റ് ആണെങ്കിൽ 0.70. ഇനി ജനറലി ക്വസ്റ്റ്യനിൽ ഒന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ലേ, നിങ്ങൾ എന്ത് എടുക്കുക, 0.55 ആണ് സി വാല്യൂ ആയിട്ട് എടുക്കുക. Or like for value of m, if it is light sandy silt, ഇത് പറഞ്ഞാൽ നോർത്തേൺ ഇന്ത്യൻ റിവേഴ്സിലാണെങ്കിൽ m value is equal to 1 ആണ്, m is equal to 1 ആണ് എടുക്കുക. Again if it is somewhat coarser light sandy silt ആണെങ്കിൽ നമുക്ക് 1.1 എടുക്കാൻ പറ്റും. സാൻഡി ലോമി സിൽറ്റ് ആണെങ്കിൽ 1.2 എടുക്കാൻ പറ്റും. ഇനി കോസർ സിൽറ്റ് അല്ലെങ്കിൽ ഡെബ്രിസ് ഓഫ് ഹാർഡ് സോയിൽ ആണെങ്കിൽ നമുക്ക് 1.3 എടുക്കാൻ പറ്റും. ഇനി സിൽറ്റ് ഓഫ് റിവർ ഇൻഡസ് റിവറിന്റെ സിൽറ്റ് ആണെങ്കിൽ 0.7 എടുക്കാം. സോ ദീസ് ആർ ദ ഫൈൻഡിങ്സ് ഓഫ് കെന്നഡി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ഡിഫറെന്റ് വാല്യൂസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കെന്നഡീസിന്റെ ഇക്വേഷൻ അറിയാം. ഫോർ ക്രിട്ടിക്കൽ വെലോസിറ്റി V naught equal to 0.55 into m into d power 0.64. ഇത് കൂടാതെ കെന്നഡീസ് കുട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുട്ടേഴ്സ് ഇക്വേഷൻ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോർ ഗെറ്റിംഗ് മീൻ വെലോസിറ്റി എന്നിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എപ്പോഴും ചാനൽ ഡിസൈൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കുട്ടേഴ്സ് ഇക്വേഷൻ? കുട്ടേഴ്സ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു C root RS. നമ്മുടെ ചെസിയസ് ഇക്വേഷൻ തന്നെയാണ്. അതിൽ എന്താ ശരിക്കും ചെയ്യുന്നത്, സിക്ക്
Putter's equation use ചെയ്തിട്ട് value കണ്ടുപിടിക്കുകയാണ്. So that what is the Chess's equation as per Putter's equation? C is equal to 23 plus 1 by n plus 0.00155 divided by s whole divided by 1 plus 23 plus 0.00155 divided by s into n by root r. അപ്പോൾ ഇതാണ് സി വാല്യൂ. ഈ സി വാല്യൂ ഈ ചെസീസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മെയിൻ വെലോസിറ്റി കണ്ടുപിടിക്കും. അപ്പം ഇങ്ങനെ പുട്ടേഴ്സ് ഇക്വേഷൻ കെന്നഡീസ് ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ മീൻ വെലോസിറ്റി. അപ്പോൾ പുട്ടേഴ്സ് ഇക്വേഷൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എന്തിന്റെ ഭാഗം കൂടിയാവും? കെന്നഡീസ് ഇക്വേഷന്റെ ഭാഗം കൂടിയാവും. ഇനി ഇത്രയും ഡീറ്റെയിൽസ് ആയി നമുക്കിപ്പോൾ കെന്നഡീസ് ഇക്വേഷനായി, ചെസീസ് ഇക്വേഷനായി, പുട്ടേഴ്സ് ഇക്വേഷനായി. ഇനി ഇതിന്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. How we will design a channel. So design an irrigation channel on Kennedy's theory to carry a discharge of 45 cumex. Take n is equal to, that is rugosity coefficient n is equal to, അല്ലെങ്കിൽ roughness coefficient n is equal to. ഇത് പറയാൻ കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ n എന്ന് തരും, ചിലപ്പോൾ rugosity coefficient എന്ന് തരും, ചിലപ്പോൾ roughness coefficient എന്ന് തരും. So take n is equal to 0.0225 and m is equal to 1.05. The channel has a bed slope of 1 in 5000. So സൊല്യൂഷനിലേക്ക് പോവാം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we should assume a trial depth. Assume trial depth. ഒരു depth, let the depth be db 2 meter. Okay, നമ്മളിവിടെ ഒരു trapezoidal channel ഡിസൈൻ ചെയ്യുന്നത്. ആ trapezoidal channel let the depth of water be 2 meter. And based on Kennedy's theory, what is critical velocity? Critical velocity V naught is equal to 0.55 into m into d power 0.64, right? അത് ഇവിടെ apply ചെയ്യുക. So this will be equal to 0.55 into m is 1.05. So 1.05 into d is 2 power 0.64. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 0.9 meter per second കിട്ടും. Okay, then third step is നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ക്രിട്ടിക്കൽ വെലോസിറ്റി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചൂടെ? കാരണം we have the equation Q is equal to AV. So from this area of the channel will be equal to Q by V. നമുക്കിവിടെ ഇറിഗേഷൻ ചാനൽ ഡിസൈൻ ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ Q തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്, സ്ലോപ്പ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡെപ്ത് കണ്ടുപിടിക്കണം. അത് നമ്മളിവിടെ അസ്യൂം ചെയ്തു. ബി കണ്ടുപിടിക്കണം, ബെഡ് വിഡ്ത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അസ്യൂം ചെയ്തത് കൊണ്ട് തന്നെ ഇത് ശരിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി we have to compare it critical velocity with mean velocity. എന്നിട്ട് വീണ്ടും റീഡിസൈൻ ചെയ്ത് ബെഡ് വിഡ്ത്തും ഡെപ്തും കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് പർപ്പസ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുകയാണ്. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇന്നാലേ ബിയും ഡിയും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഏരിയ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ക്യൂ ബൈ വിയിൽ നിന്ന് നമുക്ക് 45 ആണ് ഡിസ്ചാർജ്, 45 cumex, so 45 meter cube per second divided by velocity is 0.9. So this will be equal to 50 meters square. Okay, area കിട്ടി. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ട്രപ്പിസോഡൽ ചാനൽ സെക്ഷൻ ആണ് അല്ലേ? ട്രപ്പിസോഡൽ ചാനൽ സെക്ഷൻ ആകുമ്പോഴേക്കും നമ്മൾ സൈഡ് സ്ലോപ്പ് എത്രയാണെന്ന് പറയണം. സോ സൈഡ് സ്ലോപ്പ് ഓഫ് ട്രപ്പിസോഡൽ ചാനൽ സെക്ഷൻ വിൽ ബി ഈക്വൽ ടു 1/2 or z is equal to 1/2. Okay, z is equal to 1/2. ഇനി ഇതിനെ വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയയുടെ ഇക്വേഷനിൽ ഒന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്ത് നോക്കാം. ഏരിയ ഓഫ് എ ട്രപ്പിസോഡൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ബി ഡി, അതായത് ബെഡ് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് പ്ലസ് ZD സ്ക്വയർ ആണ്. ഓക്കെ, ബി ഡി പ്ലസ് ZD സ്ക്വയർ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഏരിയ അറിയാം, ഡിയും അറിയാം, സെഡും അറിയാം. നമുക്ക് ആകെ അറിയാത്തത് എന്താണ്? ബി മാത്രമാണ്. അപ്പൊ ബി നമുക്ക് കിട്ടുമല്ലോ. സോ 50 is equal to, area is equal to 50 is equal to b into 2 into 2 plus half. അപ്പൊ 0.5 into 2 square. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എത്ര കിട്ടും? b is equal to 24 meter. അപ്പൊ നമുക്ക് ബെഡ് വിഡ്ത്ത് കിട്ടി 24 meter, ഡെപ്ത് കിട്ടി 2 meter. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പെരിമീറ്ററും ഒന്ന് നോക്കാം, അതേപോലെ ഹൈഡ്രോളിക് റേഡിയസും നമുക്ക് നോക്കാം.
കാരണം ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് മീൻ വെലോസിറ്റി കുട്ടേഴ്സ് ഇക്വേഷനിൽ മീൻ വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് കണ്ടുപിടിക്കാം. സോ പെരിമീറ്ററിന്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ 28.47 കിട്ടും. എന്നിട്ട് ഹൈഡ്രോളിക് റേഡിയസ് കണ്ടുപിടിക്കാം. R = A/P 50/28.47 കൊടുത്തു കഴിഞ്ഞാൽ 1.756 കിട്ടും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് മീൻ വെലോസിറ്റി P = C√RS വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വി വിൽ ഐഡന്റിഫൈ വാട്ട് ഈസ് C. സിക്ക് നമ്മൾ എസ് വാല്യൂ ഇവിടെ കൊടുക്കണം. എൻ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എസ് വാല്യൂ എന്താണ്? 1 in 5000 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ 23 plus 1 by 0.0225 plus 0.00155 divided by S. S എത്രയാണ്? 1 by 5000. So 1 by 5000. അപ്പോൾ 1 into 5000. ഇവിടെ into 5000 കൊടുത്താലും മതി. So whole divided by 1 plus 23 plus 0.00155 divided by 1 by 5000 into N. N is 0.0225 divided by root R. R is 1.756. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയല്ലോ 1.756. അപ്പോൾ ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ C is equal to 49.4 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി V കണ്ടുപിടിക്കുക. V is equal to 49.4 into root of C root RS അല്ലേ. So R is 1.756. S is 1 by 5000. So this will be equal to 0.926 meter per second. So this is the mean velocity. നമ്മൾ critical velocity കണ്ടുപിടിച്ചിരുന്നു. എത്രയാണ് critical velocity കണ്ടുപിടിച്ചത്? 0.9. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുമ്പോഴേക്കും critical velocity V0 is much less than mean velocity. അപ്പോൾ നമുക്കത് ഏകദേശം ഈക്വൽ ആയിക്കണം. ഓൾമോസ്റ്റ് രണ്ടും കൂടി നമ്മൾ നോക്കുവാണെങ്കിൽ V0 by V equal to almost equal to 1 ആയിട്ട് കിട്ടണം. ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് റീഡിസൈൻ ചെയ്യണം. നമ്മൾ റീഡിസൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിരുന്ന എന്താണ്? ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചിരുന്ന D is equal to 2 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറവാണ്. വെലോസിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? D വാല്യൂ കൂട്ടണം. D വാല്യൂ 2 നിന്ന് കൂട്ടി നമ്മൾ 2.2 മീറ്റർ എടുക്കണം. അപ്പോൾ 2.2 മീറ്റർ എടുത്തിട്ട് സെയിം പ്രോസസ് അഗെയിൻ ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക, ഏരിയയിൽ നിന്ന് വിഡ്ത്ത് കണ്ടുപിടിക്കുക, വിഡ്ത്ത് കണ്ടുപിടിച്ച് പെരിമീറ്റർ കണ്ടുപിടിക്കുക, വീണ്ടും V കണ്ടുപിടിക്കുക. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി V0 ഞാനിവിടെ ചെയ്യുന്നില്ല. V0 എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.957 കിട്ടും. ഓക്കെ, ന്യൂ ഡെപ്ത് 2.2 വെച്ചിട്ട് V0 0.957 കിട്ടും. V മീൻ വെലോസിറ്റി യൂസിങ് കുട്ടേഴ്സ് ഇക്വേഷൻ നമുക്ക് കിട്ടുക 0.965 കിട്ടും. അപ്പൊ നമുക്ക് നോക്കി ഇത് ഓൾമോസ്റ്റ് സെയിം വാല്യൂ ആയി. ഓൾമോസ്റ്റ് നമുക്കിത് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 1.008 കിട്ടും. സോ ദ ഡിസൈൻ ഇസ് ഓക്കെ. അപ്പൊ ഈ രീതിയിൽ സെക്കൻഡ് ട്രയലും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ഡിസൈൻ എ ചാനൽ യൂസിങ് കെന്നഡീസ് തിയറി. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് ലിമിറ്റേഷൻസും കൂടി ഒന്ന് പറഞ്ഞു പോകാം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കെന്നഡീസ് തിയറി? അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി കെന്നഡീസ് തിയറീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിലാവും. സോ നമുക്കിപ്പോൾ ഓൾറെഡി എങ്ങനെയാണ് കെന്നഡീസ് തിയറി ചെയ്തിരിക്കുന്നതെന്ന് അറിയാം അല്ലെ. സോ ദ ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ആവറേജ് റെജീം ചാനൽ ഓൺലി. നമ്മൾ എന്താണ് റെജീം ചാനൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിയറി ആ റെജീം ചാനലിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. സോ നോൺ സിൽറ്റിംഗ് നോൺ സ്കോറിംഗ് വെലോസിറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തപ്പോൾ അസ്യൂം ദ ഡെപ്ത് ഓഫ് ചാനൽ ആസ് 2 മീറ്റർ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് രണ്ടാമത്തെ ട്രയലിലാണ് 2.2 മീറ്ററിലേക്ക് പോയത് അല്ലേ. സോ ദ ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ കംപ്ലീറ്റ്ലി ട്രയൽ ആൻഡ് എറർ മെത്തഡ്. ഇതൊരു ലിമിറ്റേഷൻ ആണ്. ദെൻ മൂന്നാമത്തത് വാല്യൂ ഓഫ് M വാസ് ഫിക്സ്ഡ് ആർബിട്രറിലി. നമുക്ക് എമ്മിന് വാല്യൂ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതും നമുക്ക് അറിയില്ലെങ്കിൽ ഏകദേശം ഒരു ആർബിട്രറി വാല്യൂ ഫിക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ there is no significance or importance to the B/D ratio. നമ്മൾ വെറ്റഡ് പെരിമീറ്റർ എടുക്കുന്നില്ല, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു B/D റേഷ്യോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ഈ ഒരു തിയറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ലേസീസ് തിയറിയിൽ കവർ ചെയ്യുന്നുണ്ടോ. ഇനി സിൽറ്റ് ഗ്രേഡിനെ ബേസ് ചെയ്ത് ഇക്വേഷൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സിൽറ്റ് ചാർജും സിൽറ്റ് ഗ്രേഡിനും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ ആ ഇമ്പോർട്ടൻസ് ഒന്നും ഈ തിയറിയിൽ കൊടുത്തിട്ടില്ല. സോ ദിസ് ഈസ് ഓൾസോ എ ഡ്രോബാക്ക്. ദെൻ സിക്സ്ത് വൺ ഈസ് കെന്നഡീസ് ഡിഡ് നോട്ട് ഗിവ് എനി ഇക്വേഷൻ ഫോർ സ്ലോപ്പ്. സ്ലോപ്പിന് വേണ്ടി പ്രത്യേക ഇക്വേഷൻ ഒന്നും എടുത്തില്ല. ആകെ എടുത്തിരിക്കുന്ന സ്ലോപ്പ് എവിടേക്കാണ്? ആ കുട്ടേഴ്സ് ഇക്വേഷൻ വെച്ച് ചെസീസ് ഇക്വേഷൻ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതല്ലാതെ സ്ലോപ്പിനായിട്ട് സെപ്പറേറ്റ് ഇക്വേഷൻസ് ഒന്നും കെന്നഡീസ് തിയറിയിൽ നിന്ന് എടുത്തിട്ടില്ല. Then last one is the limitation of Kutter's equation.
കുട്ടോസ് ഇക്വേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ തന്നെ എന്താവും കെന്നഡീസ് ഇക്വേഷനിലേക്കും ആപ്ലിക്കബിൾ ആവും. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കെന്നഡീസ് തിയറി. ഓക്കെ, അപ്പം ഓൾടുഗദർ എന്താണ് ഒരു ബാലൻസിങ് ഡെപ്ത് എന്ന് കണ്ടു. വി ഹാവ് സീൻ എ കനാൽ ഇൻ പാർഷ്യലി കട്ടിങ് ആൻഡ് ഫില്ലിങ്. അതൊരു എക്കണോമിക് കനാൽ ആണെന്ന് പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് നമ്മൾ വാട്ട് ഈസ് നോൺ സിൽറ്റിംഗ് നോൺ സ്കോറിംഗ് വെലോസിറ്റി കണ്ടു. നോൺ സിൽറ്റിംഗ് നോൺ സ്കോറിംഗ് വെലോസിറ്റി ഉള്ള ചാനലിനെ റെജീം ചാനൽ വിളിക്കും. അങ്ങനെ ബേസ് ചെയ്തിട്ട് ആ വെലോസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ കെന്നഡീസ് തിയറി കണ്ടു. കെന്നഡീസ് തിയറിയിൽ തന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടു. ദെൻ കുട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ വെലോസിറ്റി കണ്ടു. ചാനൽ ഡിസൈൻ ചെയ്തു. ലിമിറ്റേഷൻസ് ഓഫ് കെന്നഡീസ് തിയറി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക.